അപ്പോൾ ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്ര കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയി ആ വീഡിയോ കാണണം കേട്ടോ. മുന്നത്തെ വീഡിയോസ് എല്ലാം കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിനി പോകുന്നത് ചിദംബരത്തേക്കാണ്. ഗംഗൈകൊണ്ട ചോളപുരത്ത് നിന്നും ചിദംബരത്തേക്ക് ആ വഴി കാഴ്ചകൾ നമുക്കിനി കാണാം. അപ്പോൾ എല്ലാവർക്കും ട്രാവൽ ടേൽസിലേക്ക് സ്വാഗതം. കാറ്റാടി കമ്പുകളാട്ടോ. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് കാറ്റാടി മരം കൃഷി കണ്ടിട്ടുണ്ട്. എന്ത് രസമുള്ള വഴി നോക്ക്. നിറയെ പുളിമരങ്ങളാണ്, നിറയെ. ഒത്തിരി പ്രായമുള്ള പുളിമരങ്ങളാണ് തോന്നുന്നല്ലേ. ഹെവി സൈസിലുള്ള പുളിമരങ്ങൾ. നല്ല ഭംഗിയുണ്ട്. റോഡിൽ ഇങ്ങനെ കവർ ചെയ്ത് കാണാൻ നല്ല രസമാണ്. ഈ 18 കിലോമീറ്ററും കൂടെ ഉണ്ട് ചിദംബരത്തേക്ക്. ചിദംബരത്ത് നമ്മള് റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ ഒരു താമസ സ്ഥലം കണ്ടുപിടിക്കാൻ. TDC ഇല്ല കേട്ടോ അവിടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുക്ക് ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ അവിടെ ചെന്ന് ഹോട്ടലുകൾ ഏതെങ്കിലും കണ്ടുപിടിച്ച് നോക്കണം. ആദ്യം അവിടെ ചെന്നിട്ട് ഹോട്ടൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ഇത് രണ്ടു വശത്തും വയലുകളാട്ടോ. കൊയ്ത്ത് കഴിഞ്ഞ് വയലുകളാണ് കാണാൻ പറ്റുന്നത്. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് അടുത്ത കൃഷിക്കായിട്ട് എല്ലാം ഒരുക്കിയിട്ടിട്ടുണ്ട് നിലം. വയൽവരമ്പിൽ കൂടെ പോകുന്ന പോലെ ഉണ്ടല്ലേ. അതെ, രണ്ട് സൈഡും വയലും ഒരു ചെറിയ വീതിയില്ല. ഇത് നാഷണൽ ഹൈവേ ആണ് ഈ പോകുന്നത്. പക്ഷെ രണ്ട് വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് പോവാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വയൽ വരമ്പിൽ കൂടെ പോകുന്ന പോലുണ്ട്. നാട്ടുപ്രദേശം അല്ലേ. കൃഷിയും അങ്ങനെ കുഞ്ഞു കുഞ്ഞു വീടുകളും അങ്ങനെ വലിയ വീടുകളോ കോൺക്രീറ്റ് വീടുകളോ അങ്ങനൊന്നും കാണാനില്ല. പുളിമരങ്ങൾ കണ്ടോ. ഇത് തന്നെയാണ് ഈ വഴിയുടെ ഒരു ഹൈലൈറ്റ്. സൈഡിലൂടെ ഒരു കനാല് പോകുന്നുണ്ട്. കൃഷി ആവശ്യത്തിനൊക്കെ അവർ വെള്ളം എടുക്കുന്ന കനാലായിരിക്കണം. ഇത് വയലിലോട്ടൊക്കെ വെള്ളം തിരിച്ചൊക്കെ വിട്ടിട്ടുണ്ട്. പുളിമരങ്ങൾ നിൽക്കുന്നുണ്ട്. ഒരു ആർച്ചിനുള്ളിലൂടെ പോകുന്ന പോലെ ഉണ്ടല്ലേ. വണ്ടി ഓടി ആ ഭാഗങ്ങളിൽ മാത്രമേ ചില അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഉണ്ടാവില്ല. ബാക്കിയുള്ളത് ഫുള്ള് ബ്രാഞ്ചസ് കവർ ചെയ്തിരിക്കും. അപ്പൊ വണ്ടി പോകുന്ന ആ റോഡിന് ചുറ്റുമുള്ള ഭാഗം കവർ ചെയ്ത് ബ്രാഞ്ചസ് വളരും. ആ ഭാഗത്ത് മാത്രം ബ്രാഞ്ചസ് ഉണ്ടാവില്ല. ഈ മരം കണ്ട ഒരു ടണലിനുള്ളിലൂടെ പോകുന്ന പോലെ ഉണ്ട്. ഏറ്റവും വലിയ വണ്ടി ലോറി ആയിരിക്കുമല്ലോ. ആ ലോറിയുടെ ഹൈറ്റിനൊപ്പമാണ് ആർച്ച് ഇങ്ങനെ നിൽക്കുന്നത്. അതിൽ താഴെ ശിഖരങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പുറ സൈഡ് താഴെ ശിഖരങ്ങളുണ്ട്. റോഡിൽ മാത്രമേ ശിഖരം ഇങ്ങനെ പൊങ്ങി ആർച്ച് ഷേപ്പിൽ നിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ ചിദംബരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ചോള ചക്രവർത്തിമാരാണ് ചിദംബരത്തെ ക്ഷേത്രവും നിർമ്മിച്ചത്. ആനന്ദ നൃത്തമാടുന്ന നടരാജനാണ് പ്രതിഷ്ഠ. ഭരതനാട്യത്തിൻ്റെയും കർണാടക സംഗീതത്തിൻ്റെയും ഇരിപ്പിടമെന്നാണ് ചിദംബര ക്ഷേത്രം അറിയപ്പെടുന്നത്. 40 ഏക്കറിലാണ് ഈ ക്ഷേത്രം വ്യാപിച്ചു കിടക്കുന്നത്. മുഖ്യ ഗോപുരത്തിൽ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുള്ള 108 നാട്യഭാവങ്ങൾ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രഗോപുരം കടന്ന് അകത്തെത്തിയാൽ തിരുമുറ്റത്ത് സുവർണ മകുടമുള്ള ശ്രീകോവിലിനുള്ളിലാണ് ആനന്ദലഹരിയുടെ മൂർത്തിമത് ഭാവമായ നടരാജ വിഗ്രഹം.
ആ വിഗ്രഹം കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ചിത്തം അമ്പരത്തോളം ഉന്നതി പ്രാപിക്കുമത്രേ. അതാണ് ചിദംബരം എന്ന വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ആ കാഴ്ചകൾ പകർത്തി നിങ്ങളെ കാണിക്കാൻ നിർവാഹമില്ല കേട്ടോ. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി അവിടെ അനുവദനീയമല്ല. ഞാനിപ്പോൾ ഉള്ളത് ചിദംബരത്തെ നടരാജ ക്ഷേത്രത്തിന് മുമ്പിലാട്ടോ. എല്ലാ മഹാക്ഷേത്രങ്ങളെയും പോലെ തന്നെ ഇവിടെയും ക്യാമറയും ഫോണൊന്നും അലൗഡല്ല, ഉള്ളിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ മറ്റുള്ളവരൊക്കെ വന്ന് കാണുക. വളരെ പ്രസിദ്ധമാണ് ഈ ചിദംബരം ക്ഷേത്രം, നടരാജ ക്ഷേത്രം. ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ ഒരു കുട്ടിയാന നിൽപ്പുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ അത് കണ്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചിദംബര ദർശനമൊക്കെ കഴിഞ്ഞ് ഇന്നലെ തിരിച്ച് ട്രിച്ചിയിലേക്ക് വരുന്ന വഴിയായിരുന്നു. രാത്രിയായി. അത് കാരണം തന്നെ ഞങ്ങൾ ഇടയ്ക്കൊരു റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്തു കേട്ടോ. തൊഴുതൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം അല്ലേ, തൊഴുതൂർ. അതായത് ട്രിച്ചിയിൽ നിന്ന് 70 കിലോമീറ്റർ അതെ മുന്നേ ആണ്. അതായത് ഇവിടെ നിന്ന് ഇനി ട്രിച്ചിയിലേക്ക് 70 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ തൊഴുതൂരിൽ ഒരു റൂം എടുത്ത് ഞങ്ങൾ താമസിച്ചു. കുഞ്ഞുങ്ങളൊക്കെ ടയർഡായി പോയി ഇന്നലെ. അപ്പം പിന്നെ രാത്രി ഒത്തിരി ഡ്രൈവ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് അവിടെ സ്റ്റേ ചെയ്തു കേട്ടോ. ഇപ്പോഴത്തെ രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തികച്ചും ഗ്രാമങ്ങളിൽ കൂടെയാണ് കേട്ടോ. ഗ്രാമത്തിനുള്ളിലൂടെ അല്ല. അതേ നോക്കി പശുക്കളും കാളുകളും ഒക്കെ എന്ത് വലിപ്പം നോക്കാം എൻ്റെ കൊമ്പിന്. ചുറ്റും കൃഷിയും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. ഗ്രാമപ്രദേശം കേട്ടോ, വേറെ ബഹളങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് വീട്ടിലേക്ക് പോകുന്ന വഴി ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ട്. നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞാണ് ഈ റോഡിലോട്ട് തിരിഞ്ഞത്. നോക്കട്ടെ എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പോകുന്ന കരിമ്പിൻ തോട്ടത്തിന്റെ സൈഡിൽ കൂടെ കേട്ടോ. ഇവിടെ ഒരുപാട് കരിമ്പ് കൃഷി കാണാൻ പറ്റും. അതുപോലെ നെല്ല് കൊയ്ത്തിന് സമയമായി കിടക്കുന്നുണ്ട്. ഒത്തിരി ചിലടത്ത് കൊയ്യുന്നുണ്ട് അവര്. നല്ല ഭംഗിയാട്ടോ കാണാൻ, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ പാടത്തിന് നടുവിലൂടെ വന്ന് നമ്മളിത് ഒരു ചെറിയ ടൗണിലെത്തി കേട്ടോ. ഇവിടെ കുറച്ച് കെട്ടിടങ്ങളും വീടുകളും ഒക്കെ ഉണ്ട്. ചേച്ചിമാരായിരിക്കും അല്ലേ. രാവിലെ ആഹാരവും വെള്ളവും ഒക്കെ ആയിട്ട് അവരുടെ സഞ്ചിയിലൊക്കെ വെച്ച്. ഇവിടുത്തെ മണ്ണിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നല്ല കറുത്ത നിറത്തിലിരിക്കുകയാണ് മണ്ണ്. കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാന്ന് തോന്നുന്നു അല്ലേ ഇത്. നല്ല രസം, അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. കോട്ടൺ വളരുന്നത് ബ്ലാക്ക് സോയിലാണ്. പക്ഷെ ഇവിടെ കോട്ടൺ അധികം കാണുന്നില്ലല്ലോ. ഇവിടെ കരിമ്പും നെല്ലുമാണ് കൂടുതൽ കണ്ടതിൽ വെച്ചിട്ട്. അങ്ങനത്തെ നമ്മൾ വീണ്ടും നാഷണൽ ഹൈവേയിലേക്ക് കയറി കേട്ടോ. ഈ ഹൈവേയിൽ കാഴ്ചകൾ പൂർണ്ണമായിട്ടില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില സ്ഥലത്തൊക്കെ കൃഷിയൊക്കെ ഉണ്ടാവും അല്ലേ കാണാൻ. ഒരുപാട് അങ്ങനെ ഒത്തിരി കാണില്ലെങ്കിലും ഗ്രാമപ്രദേശം പോലെ കാണാൻ പറ്റില്ല. എന്നാലും ഹൈവേയിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് സൺഫ്ലവറും ബാക്കി പൂക്കൃഷിയൊക്കെ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പൂപ്പാടങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനും ദിവ്യയും അവരുടെ ഒരു ഫാമിലിയെ മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ. പുതുക്കോട്ടയിലാണ്. അതിവിടെ അല്പം ദിവ്യക്ക് ചെയ്ത് പോകണം അല്ലേ, കുറച്ച് ദൂരം. ട്രിച്ചിയിൽ നിന്ന് വേറെ റൂട്ടാണ്. അവിടെ റിലേറ്റീവ് ഉണ്ട് അവിടെ. അതെ, അവരവിടെ പോയി
ചിലപ്പോ ഇന്ന് അവിടെ തങ്ങുമായിരിക്കും. തങ്ങത്തില്ല എന്നാ പറഞ്ഞു പോയത്. ചിലപ്പോ തങ്ങാൻ തോന്നിയാലോ. ഇപ്പൊ അവര് ഒത്തിരി നാള് കഴിഞ്ഞ് കാണുന്നവരാണ്. അടുത്ത റിലേറ്റീവ് ആണെന്നാ പറഞ്ഞേ. അപ്പൊ തൃച്ചി വഴി പോകുമ്പോ എന്തായാലും അവിടെ പോവാതെ പോകുന്ന മോശമല്ലേ അവർക്ക്. അത് കാരണം അവരങ്ങോട്ട് പോയി. അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്കാട്ടോ ഇപ്പൊ യാത്ര ചെയ്യുന്നത്. ഇവിടെയൊക്കെ പുളിമരമാണ്, നിറയെ പാടങ്ങളും സൈഡിൽ നിറയെ പുളിമരങ്ങളും. അടുത്ത കൃഷിക്കായിട്ട് നിലം ഒരുക്കിയിട്ടേക്കാന്ന് തോന്നുന്നു കേട്ടോ എല്ലായിടത്തും. ഈ കാണുന്ന പുളിമരങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ആണല്ലോ. ഇതില് പാട്ടത്തിലെടുത്ത് പുളി വിളവെടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഗവൺമെന്റിന്റെ സ്ഥലത്തുള്ള ഗവൺമെന്റ് പുറംപോക്കി നിൽക്കുന്ന പുളിമരങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ മുന്നേ പോകുന്നുണ്ടോ? ഞാൻ അടുപ്പിച്ച് എത്തുമ്പോ കാണിച്ചു തരാവേ. കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാ. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കണ്ടിട്ടില്ല. ഇപ്പൊ അധികം അങ്ങോട്ടൊന്നും കാണാറില്ല. വേണ്ടോ, കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളതേ കൊണ്ടുപോവാണ്. ഒത്തിരി ഉണ്ട്, ഒത്തിരി. കളറുള്ള കോഴിക്കുഞ്ഞുങ്ങള് ഒരുമിച്ച് പോവാ കേട്ടോ. ഒത്തിരി വണ്ടികളുണ്ട്, ഒരുമിച്ച് പോവാ. നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല കളറിലുള്ള കോഴി കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇതുപോലെ പെട്ടിയിലാക്കി. വട്ടിയോ എന്ത് പറയുന്നത്? വട്ടിയല്ലേ, കുട്ട. അതിനകത്താക്കി ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. കല്ലൂനും പൊന്നൂനും ഒക്കെ അതിശയം അത് കണ്ടിട്ട്. പിന്നെ നമ്മള് ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോ കണ്ടിരുന്നില്ലേ, നീല, പച്ച. അത് തന്നെ പറഞ്ഞ. അത് തന്നെ പല നിറത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ. എങ്ങനെയാ കളർ ചെയ്യുന്നതെന്ന് അവരോട് ചോദിക്കണം. കളർ അടിക്കുമായിരിക്കും അല്ലേ അതിന് കുഞ്ഞുങ്ങള് ഉണ്ടായി വരുമ്പോ? കളർ മുക്കി എടുക്കുന്ന നമുക്ക് നോക്കാം. എവിടെയെങ്കിലും അങ്ങനെ നിർത്തി. ഇടയ്ക്ക് ഞാൻ വന്നപ്പോ ഒരു ഷോപ്പിന് മുന്നിൽ കണ്ടു, പക്ഷെ പെട്ടെന്ന് എനിക്ക് മിസ്സായി പോയി കേട്ടോ. ഹൈവേയിലായത് കാരണം. നമുക്ക് നോക്കാം ഇനി എവിടെയെങ്കിലും കാണുവാണെങ്കിൽ വണ്ടി നിർത്തി